നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 15 വർഷത്തിന് മുകളിലായി ഞാൻ മൊബൈൽ ഫോൺ സർവീസ് മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാളിനോടിടയ്ക്ക് കിട്ടാത്ത ഒരുതരം പണിയാണ് എനിക്ക് ഇന്ന് കിട്ടിയത്. ഒരു അമ്മ ഒരു മൊബൈൽ ഫോണിൻ്റെ ഗ്ലാസ് മാറ്റുവാനായിട്ട് നമ്മുടെ ഷോപ്പിലെത്തി. ഏകദേശം 2 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് മാറ്റേണ്ട ഒരു ഗ്ലാസ് എനിക്കിന്ന് മാറ്റാൻ സമയം എടുത്തത് 45 മിനിറ്റാണ്. എന്തുകൊണ്ടാണ് ഇത്ര സമയം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഗ്ലാസ് ആ മൊബൈൽ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുക അത്ര ദുഷ്കരമായിരുന്നു. നന്നായി പൊട്ടിയിരിക്കുന്നൊരു ഗ്ലാസ്, അത് അവത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ കോമഡി. ഈ ഗ്ലാസ്സിലുണ്ടായിരുന്ന പശ മുഴുവൻ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ പറ്റിയിരിക്കുകയാണ്. അത് ക്ലീൻ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വന്നത്. നമ്മുടെ കയ്യിലുള്ള കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടും പശ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പല ശ്രമങ്ങൾക്കൊടുവിൽ അവസാനം നമ്മൾ ഇതേപോലത്തെ ഒരു വൂൾ ഉപയോഗിച്ച് നന്നായിട്ട് അത് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് പുതിയ ഗ്ലാസ് അതിലേക്ക് ഒട്ടിക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അതിൻ്റെ കാരണം, ഈ ഗ്ലാസ് ഈ മൊബൈൽ ഫോണിൽ ആദ്യമായി ഒട്ടിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ ഈ മൊബൈൽ ഫോണിൽ തന്നെ ആ ഗ്ലാസ് ഇരുന്നത് കൊണ്ട് അത് അതിലേക്ക് പരമാവധി സ്റ്റിക്കായിരിക്കുകയാണ്. നമുക്കത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാനും അതിൻ്റെ പശ കളയാനും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ഗ്ലാസ് എപ്പോഴാണ് മാറ്റേണ്ടത്? നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഗ്ലാസ് എപ്പോഴെങ്കിലും പൊട്ടുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ മാറ്റുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഗ്ലാസ് പൊട്ടിയില്ലെങ്കിൽ ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഗ്ലാസ് മാറ്റുന്നതായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഏറ്റവും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് അതിലേക്ക് പരമാവധി സ്റ്റിക്കായിരിക്കുന്നത് കൊണ്ട് താഴെയൊക്കെ വീണ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അത് ക്ലോസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഇമ്പാക്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. പരമാവധി 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടർ മാറ്റുന്നതായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു നല്ല കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.